ഹായ് ഫ്രണ്ട്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ സിദ്ധിയായ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് മാർക്കോയോടാണെങ്കിൽ, നിനക്ക് എന്തായാലും നീലാംബരിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ നീ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തുപറ്റി അമ്മേ, എന്താണ് പ്രശ്നമെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അവളെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. എന്നാൽ സിദ്ധിയോടെ എനിക്കതിൽ കാണാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ മുഖം ഇതുവരെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല മോനെ. എന്തോ അയാളെ എനിക്ക് കാണാനും ദർശിക്കാനും കഴിയുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണമ്മേ അതിൽ ചെയ്യാന്നൊക്കെ അമ്മയാണെങ്കിൽ മാർക്കോയോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മാർക്കോ ആണെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മുടെ ആ കുഞ്ഞ് നീലാംബരിയാണ്. അവൾക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊന്നും സംഭവിക്കില്ല. അമ്മ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നീലാംബരിയെ നോക്കാൻ വരുന്ന ആ അമ്മയുടെ മകനാണെങ്കിൽ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കണ്ണൻ്റെയും മഹിയുടെയും കുഞ്ഞിനെ നോക്കാൻ? അപ്പോഴേക്കും ആ അമ്മ പറയുന്നുണ്ട്, അതെ ഞാൻ പോയി, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, ഈ കുഴപ്പമൊന്നുമില്ല അമ്മ, എന്തായാലും നമ്മുടെ വീട് ജപ്തിയായിട്ട് നിൽക്കുകയാണ്. ഏട്ടനാണെങ്കിൽ ഒരുപാട് കടങ്ങളും ഒരുപാട് പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അമ്മയ്ക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ എന്നോടിപ്പോൾ പറയുന്നത്? എന്നെക്കൊണ്ട് ഇതൊന്നും മറികടക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ഭാര്യയും ഭർത്താവിൻ്റെ ദൂർത്തടി കൊണ്ടും അസൂയ കൊണ്ടും വന്നെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നതെന്നൊക്കെ ആ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അയാൾ പറയുന്നുണ്ട്, ആവശ്യം ഇതാണ്, ആ കുഞ്ഞിനെ നിങ്ങൾ അങ്ങോട്ട് കൊന്നേക്ക്. എന്തായാലും അതിനുള്ള പൈസയും ഇതൊക്കെ കൈക്കൂലിയൊക്കെ ഞാൻ വാങ്ങിച്ചു പോയി. എനിക്കെങ്ങനെയെങ്കിലും ഈ വീടും എൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ജാനമ്മയോട് പറയുന്നുണ്ട്. ജാനമ്മയ്ക്കാണെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞ് കരയുന്നത് പോലും കേട്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ജാനമ്മ അത് തീർത്തും പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ലെന്ന്. പെട്ടെന്ന് അയാൾ ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന ചോറും എല്ലാം തന്നെ അയാൾ പൊട്ടിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം ജാനമ്മയോടായിട്ട് മരുമോൾ വന്ന് പറയുന്നുണ്ട്, സ്വന്തം മകനേക്കാളും വലുത് മറ്റവൻ്റെ മകളാണല്ലോ നിങ്ങൾക്ക്. ആ നീലാംബരിയെ കൊന്നു കളഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് ഒരുപാട് പൈസയാണ്. നിങ്ങൾക്കും അതിൻ്റെ ഷെയർ ഞങ്ങൾ തീർച്ചയായിട്ടും തന്നേക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ ജാനമ്മയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമാണ്. എന്താ ചെയ്യേണ്ടത് ഈശ്വര എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ ജാനമ്മയുടെ അടുത്തേക്ക് വീണ്ടും അയാളുടെ മകൻ വരുന്നുണ്ട്. അയാളുടെ മകൻ വന്നതിന് ശേഷമാണെങ്കിൽ വീണ്ടും ജാനമ്മയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇത് സമ്മതമല്ലെങ്കിൽ 2 കുപ്പി വിഷം എനിക്കും ഇവൾക്കും തന്നേക്ക്. മറ്റുള്ളവരുടെ മക്കളെ സ്നേഹിക്കാതെ സ്വന്തം മകനെ ഒന്ന് സ്നേഹിക്ക്. അവൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്നൊക്കെയാണെങ്കിൽ ജാനമ്മയുടെ മകൻ ജാനമ്മയോട് പറയുന്നുണ്ട്. ജാനമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരന്മാരായിട്ട് നിൽക്കുന്നത്? ഒരു കുഞ്ഞിനെ, അതും പിഞ്ചു കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയൊരു തെറ്റാണ് മോനെ എന്ന് പറഞ്ഞ് അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് പൈസയോടുള്ള ആർത്തി കൊണ്ട് അയാളത് മനസ്സിലാക്കുന്നേയില്ല. എന്തായാലും എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് ജാനമ്മ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിലും അയാളത് കേൾക്കാൻ കൂട്ടാക്കുന്നതേയില്ല. തന്നെ കൊല്ലുമെന്നും ഞങ്ങൾ ജീവിക്കുമെന്നും പറയുന്നുണ്ട്. ജാനമ്മയ്ക്ക് മരണത്തെ പേടിയൊന്നുമില്ല. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ, ആ കുഞ്ഞിനെ കൊന്നില്ലെങ്കിൽ സ്വന്തം മകൻ ആത്മഹത്യ ചെയ്യും തന്നെ കൊന്നതിന് ശേഷം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ജാനമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത് തന്നെ. എന്നതിന് ശേഷമാണെങ്കിൽ കുഞ്ഞു നീലാംബരി സന്തോഷത്തോടു കൂടെ ഉറങ്ങുന്നതാണ് കാണുന്നത്. രണ്ടമ്മമാരും അടുത്ത് കിടന്ന് താലോലിക്കുന്ന നീലാംബരിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നീലാംബരിയുടെ അച്ഛനാണെങ്കിൽ കോള് ചെയ്യുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പെട്ടെന്ന് കോള് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ നമ്മുടെ രേഖയോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം കുഞ്ഞ് നിൻ്റെ അടുത്ത് നിന്ന് മാറിയാൽ നിനക്കത് സഹിക്കാനും കഴിയില്ല. എന്തായാലും ഈ ഓണത്തിന് കുഞ്ഞിനെയും മഹിയെയും ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതിലൊരു മാറ്റവും നീ പ്രതീക്ഷിക്കല്ലേ രേഖേ. എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തും ഇരിക്കാൻ കൊതിയാവുന്നു. എൻ്റെ അവസ്ഥയും കൂടെ നീ മനസ്സിലാക്കണം രേഖേ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ. അപ്പോഴേക്കും രേഖ പറയുന്നുണ്ട്, നൂലുകെട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരച്ഛനാണ് ഞാനും.
നീ നമ്മുടെ കുഞ്ഞിൻ്റെ രണ്ടാനമ്മയാണെങ്കിലും പെറ്റമ്മയും പോറ്റമ്മയൊക്കെ ആണെങ്കിലും ഞാൻ അവളുടെ സ്വന്തം അച്ഛനാണ്. അവളെ ജനിപ്പിച്ച അച്ഛൻ. അവളുടെ കൂടെ കൊഞ്ചിക്കാനും ലാളിക്കാനും അവളെയൊക്കെ എടുത്തു നടക്കാനും എനിക്കും ആഗ്രഹം കാണില്ലേ ലേഖ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ എന്നാൽ ശരി മഹി, ഞാൻ പിന്നെ നേരത്തെ ഒരു കാലത്ത് നിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കണ്ണനാണെങ്കിൽ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ ലേഖയാണെങ്കിൽ സങ്കടം പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, കണ്ണേട്ടന് കുഞ്ഞിൻ്റെ അടുത്തിരിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ രേഖയെ? എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തോട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ലേഖയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്ത പോലെയാണ്. ഇനിയിപ്പോൾ ലേഖയാണെങ്കിൽ കുഞ്ഞിനെ പിടിച്ചു വെച്ച് വാങ്ങുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും വരുന്നത് പോലത്തെ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കുഞ്ഞുമാണെങ്കിൽ സന്തോഷത്തോടു കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമ്മുടെ കരുണ സ്വപ്നമായിട്ട് കാണുന്നത് തന്നെ. അപ്പോഴേക്കും കരുണയോട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താടി പകൽ സ്വപ്നം എന്ന് കാണുകയാണോ? നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എപ്പോൾ നോക്കിയാലും അവളും അവളുടെ കുഞ്ഞും മാത്രമാണ് എൻ്റെ മനസ്സിൽ. അച്ഛൻ നേരത്തെ വിളിച്ചിട്ട് എന്നെ എന്തായാലും രാത്രിയാകുമ്പോൾ വിളിക്കാമെന്നും നല്ലൊരു ഗുഡ് ന്യൂസ് പറയാമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ എന്നെ ചെയ്യാൻ സന്തോഷിപ്പിക്കും. നിങ്ങൾക്കാണെങ്കിൽ അതുപോലും പറ്റുന്നില്ലല്ലോ. കണ്ണൻ്റെ ചിലവിൽ ഇങ്ങനെ എത്ര കാലം നമ്മൾ ജീവിക്കും? സ്വന്തമായി ഒരു വരുമാനമോ ഒരു സ്ഥലമോ ഒരു വീട് പോലും നിങ്ങൾക്കില്ലല്ലോ ഉണ്ണേട്ടാ. നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്ന് ജീവിക്കുക? എനിക്കാണെങ്കിൽ ഈ കണ്ണൻ്റെ ചിലവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഞാനൊരു ദരിദ്രനാണ്. കാരണം എൻ്റെ അച്ഛനൊന്നും എനിക്കൊന്നും തന്നെ എഴുതി വെച്ചിട്ടില്ല. അയാളൊരു ബിസിനസ് മാനാണ്. അയാളുടെ ഭാര്യയ്ക്ക് എന്ത് വേണമെങ്കിലും അയാൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. എനിക്കതൊന്നുമില്ല. അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം നീ എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നാൽ മതി. ഒരു ദിവസം ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ കണക്ക് പറയാൻ തുടങ്ങിയാൽ അതിനേക്കാൾ വലിയ നാണക്കേട് എനിക്ക് വേറൊന്നുമില്ല. അപ്പോഴും നിങ്ങൾക്ക് ജോലിക്ക് പോകാനോ സ്വന്തമായി അധ്വാനിക്കാനോ മറ്റൊരു മാർഗം തേടാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലേ ഉണ്ണേട്ടാന്നൊക്കെ കരുണ ചോദിക്കുന്നുണ്ട്. നിന്നോട് എനിക്കിനിയൊന്നും സംസാരിക്കേണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേന്ന് തന്നെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ താലോലിക്കാനും കുഞ്ഞിന് ആ മരുന്നൊക്കെ നൽകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലേഖയാണ് വാതിൽ തുറക്കുന്നത് തന്നെ. ലേഖ മനസ്സിലാണ്, ഓ രാവിലെ തന്നെ വന്നല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നീലാംബരിയുടെ അടുത്ത് പോയിട്ട് എടുത്ത് താലോലിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജാനമ്മയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ കുഞ്ഞിനെ എടുത്തപ്പോഴേക്കും ജാനമ്മ എടുത്തപ്പോഴേക്കും കുഞ്ഞാണെങ്കിൽ കരച്ചിൽ നിർത്തി. അങ്ങനെ മഹി പറയുന്നുണ്ട്, കേട്ടില്ലേ, നമ്മുടെ ജാനമ്മ എടുത്തപ്പോഴേക്കും നീലാംബരി കുഞ്ഞ് കരച്ചിൽ നിർത്തി രേഖയെ എന്നൊക്കെ പറയുന്നുണ്ട്. ലേഖയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്ര ദഹിക്കാത്ത മട്ടിൽ തന്നെയാണ്. അപ്പോഴേക്കും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജാനമ്മയാണെ പറയുന്നുണ്ട്, എത്ര കുഞ്ഞുങ്ങളെ ഞാൻ ഈ കൈ കൊണ്ട് നല്ലപോലെ എടുത്തതാണ്. എന്തായാലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എന്തിനാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പോൾ നീലാംബരി മോള് കരഞ്ഞിരിക്കുന്നത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ജാനമ്മ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ജാനമ്മയാണെങ്കിൽ മാർക്കോയുടെ സഹായം തേടുന്നുണ്ട്. തൻ്റെ മകൻ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വല്ലാതെ തന്നെ പ്രേരിപ്പിക്കുന്നതെന്നും അതിന് തക്കതായ ശിക്ഷ നൽകണമെന്നൊക്കെ ജാനമ്മയാണെങ്കിൽ മാർക്കോയെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം തൻ്റെ മകൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം തന്നെ മാർക്കോ എടുക്കുന്നുണ്ട്.